ഹലോ, ജയാസ് വെറൈറ്റി വ്ളോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ മോന് ഇന്ന് ചെന്നൈയിലോട്ട് പോകുന്ന ദിവസമാണല്ലോ. അപ്പം യാത്രയപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിൻ്റെ കാര്യങ്ങളും എല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോ എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോഴേ പതിവില്ലാതെ വിളിച്ച് ഉണർത്തി രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാനും റെഡിയായി നിന്നിട്ടായിരുന്നു ഇൻട്രോ എടുത്തത്. എവിടെ പോവാനാ? നമ്മുടെ ദേവിയെ കാണാൻ. അപ്പം ദേവി ഇല്ലാത്ത കാര്യം നമുക്കില്ലല്ലോ. നമ്മുടെ ചേട്ടൻ പറഞ്ഞു മഹാമായെ കാണാനാണ് കേട്ടോ. നമ്മുടെ പ്രയത്നത്തിൻ്റെ വിളിച്ചാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഓരിതും ഇല്ലല്ലോ, അറിയാമല്ലോ. അതായത് നമ്മുടെ ശ്രീജിത്ത് നന്ദുവിന് നല്ല ഇതാട്ടോ. ഇത് അങ്ങനൊന്നും ഇല്ലമ്മേ, ഞാൻ ഇന്നലെ വീഡിയോ പറഞ്ഞല്ലോ, എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും ദൈവമുണ്ട് എന്നൊക്കെയാണ് നമ്മുടെ കൊച്ചിൻ്റെ ഇത്. പക്ഷേ നമ്മളെവിടെയെങ്കിലും കാര്യമായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ എവിടെ പോയാലും വരും കേട്ടോ. വിളിച്ചാൽ വരും. പക്ഷെ വിളിച്ചില്ലെങ്കിൽ ആ വർഷം വേണമെങ്കിൽ അമ്പലത്തിൽ പോകത്തില്ല. അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് രണ്ടാമത്തെ ആൾ. അപ്പം കുളിക്കാൻ കയറിയപ്പോഴാണ് വിളിച്ച് ഇന്നലെ അപ്പം എന്നോട് പറഞ്ഞു, ഇന്നലെ വൈകിട്ടാണ് ഞാൻ പോകാനിരുന്നത്. അപ്പം ഞങ്ങളുടെ സമാജത്തിൻ്റെ ഇലക്ഷനും സംഘത്തിൻ്റെ ഇലക്ഷനും എല്ലാം വന്നുകൊണ്ട് താമസിച്ചു പോയി. അപ്പം ഇന്നലെ സമാജത്തിന് പോയപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ ഇന്ന് വൈകിട്ട് വേണം, നമുക്ക് നാളെ രാവിലെ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓ ശരി, ഇന്ന് വൈകിട്ട് തന്നെ പോകണമെന്നും പറഞ്ഞാണ് ഞാൻ പോയത്. അപ്പോൾ തിരിച്ചു വന്നപ്പം വൈകി. ഞാൻ മനസ്സിലോർത്തു, ഇവനൊരു കാര്യം പറഞ്ഞാൽ പിന്നെ നമ്മളൊത്തിരി നിർബന്ധിച്ചാൽ വരും, എന്തിനാ വെറുതെ. അപ്പോൾ ഇന്ന് നമുക്ക് മിഥുന 1-ാം തീയതി കൂടെ അല്ലേ. അപ്പം ഇന്ന് നമുക്ക് അമ്പലത്തിൽ ഞാൻ പോയി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ അവൻ കുളിച്ചിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് അമ്പലത്തിൽ ചെന്നിട്ട് അവൻ കുളിച്ചിട്ട് വന്നിട്ട് കാണിക്കാം. അപ്പോഴേ അമ്പലത്തിൽ പോകുമ്പം എൻ്റെ ഒരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസാദവും അതും ഇതൊക്കെ കിട്ടത്തില്ലേ. അപ്പം ഞാൻ നമ്മുടെ പേപ്പർ എടുക്കും, ഒരെണ്ണം പേപ്പർ കൊണ്ടുപോകും കേട്ടോ. ഇവിടെ നിന്നിരിക്കുന്ന പേപ്പർ ശുദ്ധമായ പേപ്പറാണ്, ഇവിടെ പോയി ആരും എടുക്കാറില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ള, ഞാൻ എടുക്കുമ്പം ഈ മരണത്തിൻ്റെ ഇതൊക്കെ വരത്തില്ലേ, മരണ വാർത്തയുള്ള ആ ഒരു പേപ്പർ അത് കിട്ടുവാണെങ്കിൽ ഞാൻ അമ്പലത്തിൽ കൊണ്ടുപോകത്തില്ല, അമ്പലത്തിലും കൊണ്ടുപോകത്തില്ല. പിന്നെ ഇവിടെ നമ്മുടെ കൊച്ചിന് ചോറ് പൊതിയാൻ എടുക്കുമ്പം അതാ വരുന്നതെങ്കിൽ ഞാൻ അതെടുത്ത് മാറ്റി വെക്കുവേ. എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. ഇത് തന്നെ എൻ്റെ ചേച്ചിമാരും. അപ്പം ഞങ്ങൾക്ക് മാത്രം ഇങ്ങനത്തെ ഉള്ള ചില ഇതൊക്കെ ഉള്ളൂ. അപ്പം അതിൻ്റെ ഇല്ലാത്തൊരു പേപ്പർ പൊതിയാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു. ഇത് ഞാൻ എൻ്റെ ബാഗിൽ വെച്ചുകൊണ്ട് പോകും. അപ്പോൾ ഞങ്ങൾ ഈ വണ്ടിയല്ല പോകുന്നു കേട്ടോ, നമ്മുടെ വണ്ടി ഇതല്ലേ. പപ്പിനി ചേച്ചി രാവിലെ, ഞങ്ങളുടെ പപ്പിനി ചേച്ചി രാവിലെ നടക്കുക കേട്ടോ. നടക്കുമല്ലേ നടക്കുവാണ്, എന്നും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം പപ്പിനി ചേച്ചി നടക്കട്ടെ. ഞാനപ്പം ഇതാ രണ്ടവളന്മാർക്ക് തീറ്റയെല്ലാം രാവിലെ തന്നെ കൊടുത്ത് വയറൊക്കെ ഫുള്ളാക്കി വെച്ചേക്കുവാണ്. അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് നേരത്തെ കുളിക്കുന്നതിന് മുമ്പ് അവരുടെ കാര്യം നോക്കണമല്ലോ. പിന്നെ ഞാൻ ഇഡലി ഉണ്ടാക്കി, കടലക്കറി വെച്ചു. രാവിലെ എനിക്ക് രാവിലെ പോക്ക് ഭയങ്കര ഇതാണ്, എല്ലാം വലിച്ച് ചെയ്യണം. കടലക്കറി ഇഡലി ഉണ്ടാക്കി വെച്ചു, ചോറ് വെച്ചു. ഇനി വന്നിട്ട് കറിയുടെ കാര്യമൊക്കെ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് കുളിച്ചത്. അപ്പോൾ ഇനി അവനും കൂടെ വന്നാൽ മതി. എത്ര നേരമെന്നറിയാവോ കുളി? വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ആ തകിടൊക്കെ ഒന്ന് എനിക്ക് ജപിച്ചാൽ നമുക്കൊരു മനസ്സമാധാനം. ദൈവവിചാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ ആ തകിടൊക്കെ ഒന്ന് ജപിച്ച് ഒക്കെ പോയിട്ട് വരാൻ ഓർത്താണ്. അപ്പം എന്താണേലും പറഞ്ഞു നമുക്ക് പോവാം എന്ന് പറഞ്ഞില്ല, 2 അടിയും കൊടുത്ത് കൊണ്ടുപോകും, അത് നമുക്കറിയാം. ഇന്ന് 1-ാം തീയതി അല്ലേ, വെറുതെ ഇതാകണ്ടല്ലോ, ഇന്ന് പോകുന്ന ദിവസമല്ലേ. അപ്പോൾ എന്താണേലും അവൻ പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞു. റെഡിയാവുന്നുണ്ട് കേട്ടോ. ഒരു കാര്യം പറയാനുള്ള, എത്ര പിച്ചി പറിച്ചാലും അടിച്ചാലും 2 പേർക്കും പരാതിയില്ല. എന്താ, കൊച്ചിലെ തൊട്ട് അടിച്ച് പറിച്ച് നടക്കുന്നതുകൊണ്ട് റെഡിയായി തലയൊക്കെ ഒന്നുകൂടെ തുടയ്ക്കുവാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ വന്നു. ഞങ്ങൾ കയറട്ടെ. അമ്പലത്തിലൊക്കെ ചുറ്റാന്നപ്പം നമ്മുടെ ആളിതാ പറയുന്ന ഐക്യമുണ്ടെങ്കിൽ കാണുമെന്നുള്ളത് കേട്ടോ. അതെല്ലാം ചവിട്ടി കയറിയതെല്ലാം എവിടെ വീടിന്റെ തറയോടെ എല്ലാം കൂടെ പെയിന്റ്. അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ.
അങ്ങനെ ഞങ്ങൾ ദേവിയെ തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് തകിടുമൊക്കെ ജപിച്ചു. അപ്പോഴാണ് നമ്മുടെ അച്ഛൻ്റെ അനിയൻ്റെ മുസ്രിയെ കണ്ടത് കേട്ടോ. അവളുമായിട്ട് കണ്ട് അതും സംസാരിച്ചല്ലോ അവനെ. ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഓക്കെ. അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോവാണേ. ൊക്കെ പോയി തൊഴുത് വന്നു. അമ്പലത്തിലൊക്കെ പോയി തൊഴുതു വന്നു. വഴിപാടെല്ലാം കഴിച്ചു. പെട്ടെന്ന് ചെന്നപ്പോഴേ നടയൊക്കെ നട തുറന്നിട്ടേക്ക് അങ്ങനെ പെട്ടെന്ന് തൊഴുതെല്ലാം കൊടുത്തു. വീട്ടിലെത്തി. അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചേക്കും കേട്ടോ. ഇതാ ഈ ഒരു പെട്ടി, എന്തോ ഒരു പെട്ടിയുണ്ട്, പിന്നെ ഒരു ബാഗുണ്ട്. ഇത് ദുബായിയുടെ പെട്ടിയാണ്. ദുബായിക്ക് പോയ പെട്ടിയാണ്. ഇനി തുറക്കണം. അപ്പോൾ എല്ലാം ഓക്കെ, എല്ലാം റെഡിയാക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇത് കുറച്ച് സാധനം. ഇനി ഒരു ബാഗ് കൂടെ ഉണ്ടല്ലോ നമ്മുടെ ലാപ്ടോപ്പിൻ്റെതും. ഇവിടെ ഭയങ്കര പാക്കിങ് അച്ഛനും മോനും കൂടെ കേട്ടോ. എല്ലാം റെഡിയാക്കി ഡ്രസ്സുകളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാം എടുത്ത് അതൊക്കെ വെക്കും. അവനെ കൊണ്ട് തന്നെ വെപ്പിക്കും. കാരണം അവൻ കിടന്ന് തപ്പണ്ടല്ലോ ഒന്നും. അതുകൊണ്ടാണ്. അതുകൂടെ അതിനകത്ത് വെക്കാൻ പറ്റത്തില്ല ഏട്ടാ. ഇല്ല, ട്രെയിനിൽ വെക്കുമ്പോ എന്ത് ചെയ്യും? അടിയിലെ ആൾക്കാർ ചവിട്ടി എന്ത് ചെയ്യും? ഇത് ചെരുപ്പല്ലേ, വെയിറ്റുള്ള സാധനമൊന്നുമല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കാപ്പി കുടിക്കാം കേട്ടോ. ഇഡലിയും കടലക്കറിയാണ്. അവിടെ കൊച്ചിന് ഇഡലി സാമ്പാറുമാണ്. അപ്പോൾ കഴിക്കട്ടെ. അപ്പോൾ രാത്രിത്തേക്ക് ഇവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉച്ചയ്ക്ക് കറി വെക്കുന്നതിന് മുമ്പ് തന്നെ മുട്ടക്കറി ചപ്പാത്തിയും റെഡിയാക്കി കേട്ടോ. അവർക്ക് പൊതിഞ്ഞ് കൊടുത്തു വിട്ടാൽ ഇവനും എൻ്റെ കൂട്ടുകാരനും ഉള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ട്രെയിനിൽ ഇരുന്ന് കഴിക്കാമല്ലോ രാത്രിയിലത്തെ. അപ്പം ട്രെയിനൊന്നും ആവശ്യമില്ല, നമുക്ക് മേടിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ മിനറൽ വാട്ടറൊക്കെ നമ്മൾ കൊടുത്തു വിടുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഓക്കെ ആവും. ഉച്ചയ്ക്ക് കഴിച്ചിട്ടാണ് ചോറുണ്ടിട്ടാണ് കയറുന്നത്. അപ്പം അതൊക്കെ കറക്റ്റായ കാര്യമായിട്ട് അതങ്ങ് നടന്നോളും. പിന്നെ രാവിലെ അങ്ങ് എത്തുമല്ലോ. ബാക്കി അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിന് സമാധാനമുണ്ട്. അതുകൊണ്ട് നമുക്ക് തന്നെ ഒരാശ്വാസമുണ്ട്. സമാധാനം ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നും നിറത്തില്ല. വെപ്രാളവും പരവേശവും കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. ശരിയല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് സമാധാനമാണ്. എൻ്റെ ഇത് തന്നെയാണ് ഇളയതിന് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ നമുക്ക് വലിയൊരു വെപ്രാളമോ ഒന്നുമില്ല. അപ്പം ഇനി ഞാൻ ഉച്ചക്കലത്തെ കറിയിലോട്ട് നീങ്ങട്ടെ. മത്തി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ, മത്തി പീര വെക്കാം. പുളിശ്ശേരി ഉണ്ട്, പിന്നെ നമുക്കൊരു മെഴുക്കുവരട്ടി. അപ്പം അത് നമുക്ക് അറിയാവേ. അപ്പോൾ ഉച്ചക്കലത്തേക്ക് നോക്കിയിരുന്നൊന്നുമില്ല, കറി വെക്കാൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, അവർക്ക് കൊണ്ടുപോകാനുള്ള ചപ്പാത്തിയും കൂടെ ഞാൻ ചൂടുക കേട്ടോ. ചപ്പാത്തി കറി മുട്ടക്കറി വെച്ചല്ലോ, ഇതും കൂടെ ചൂടുവാണ്. പിന്നെ ചക്കക്കുരു മാങ്ങയും വേവിച്ച് വെച്ചേക്കുന്നു. മത്തിപ്പീരയും വെച്ചതാ, നമ്മുടെ മത്തിപ്പീര ഇതിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ ഇരിപ്പുണ്ടേ, ദേ ഇരിക്കുന്നുണ്ടോ മത്തിപ്പീര. അപ്പം അതും വെച്ചു. ഇനിയിപ്പോൾ അതെ ഇതും കൂടെ റെഡിയായാൽ മതി. ചപ്പാത്തിയും കൂടെ. അപ്പം ഇവനെയും കൂടെ റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മൾ ചക്കക്കുരു മാങ്ങയ്ക്ക് ചേർത്താൽ മതി. ബാക്കിയെല്ലാം ഓക്കെ ആയി. രണ്ട് ചപ്പാത്തി വെച്ച് ഞങ്ങൾ ഉണ്ടാക്കുന്ന കേട്ടോ. എളുപ്പമാണ്. ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് കണ്ട അപ്പുറം ഇപ്പുറം എല്ലാം രണ്ടിൻ്റെ ഇതായി. ചപ്പാത്തിക്കറി നമ്മൾ ഇതിനകത്ത് എടുത്തു കേട്ടോ. കാണിക്കണ്ടേ നിങ്ങളെല്ലാണ്ട് പിന്നെ ഞാൻ ആരെ കാണിക്കുന്നത്. കണ്ട ചപ്പാത്തിക്കറി ഇതിനകത്തെടുത്ത് വെച്ചു. ചപ്പാത്തിക്കറി മുട്ടക്കറി കേട്ടോ. പിന്നെ ചപ്പാത്തിയിലെ ആർക്കെങ്കിലുമൊക്കെ വേണം എടുത്തോട്ടെ. 10 എണ്ണം വെച്ചിട്ടുണ്ട്. ഇത് പൊതിയാൻ പോവാണ്. 2 പ്ലേറ്റും വെച്ചിട്ടുണ്ട്, ഒരു സ്പൂൺ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആകുമ്പോൾ അമ്മമാർക്ക് കളഞ്ഞാൽ മതിയല്ലോ. കാരണം സൂക്ഷിക്കുന്ന കാര്യത്തിൽ നല്ല എക്സ്പേർട്ടാണ് ആൾ. അതുകൊണ്ടാണ് ഞാൻ ഈ തടി സ്പൂൺ കൊടുത്തു വിടുന്നത്. അപ്പോൾ ഇതുകൂടെ പൊതിയട്ടെ. അപ്പോൾ അത് പൊതിഞ്ഞു സ്പൂൺ ഇങ്ങനെ വെച്ചേക്കാം. അല്ല ഈ പൊട്ടന്മാരൊക്കെ കാണുമെന്ന് ആർക്കറിയാം. അപ്പോൾ ഇത് ബാഗിൽ വെക്കട്ടെ. അപ്പം ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് കേട്ടോ. ഇതാവൻ നല്ല ചോറൊക്കെ ഉണ്ണു കേട്ടോ. ഇനിയിപ്പം റെഡിയാകാൻ പോവാ. ചോറൊക്കെ ഉണ്ടിട്ട് ഞങ്ങൾ ചോറുണ്ടു.
അങ്ങനെ ചേട്ടൻ റെഡിയായി നിൽക്കുക കേട്ടോ. ഞാനും റെഡിയായി. കൊച്ചിത് അവിടെ റെഡിയാവുന്നു. സമയം 1:10, 1:15 ഇവിടെ നിന്ന് ഇറങ്ങി 1:30 സ്റ്റേഷനിൽ ചെല്ലാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാവരും റെഡിയായി. അമ്മ അങ്ങനെ റെഡിയാകുന്നു നോക്കിയിരിക്കുന്നു. ആ അമ്മയുടെ ഇളയ കൂട്ടായിരുന്നു. ഇനി ഇടയ്ക്ക് ഓടി വരും അല്ല ചന്തുക്കുട്ടാ, ഓടി ഓടി ചാടി വരും. അങ്ങനെ കൊച്ചിറങ്ങും കേട്ടോ. അമ്മൂമ്മയായിട്ട് മന്ത്രങ്ങളാട്ടോ ഇവിടെ. അമ്മൂമ്മയുടെ ഏക കൂട്ടുകാരനാ കൊച്ചുമ്മ. ഇവിടെ അങ്ങനെ എല്ലാരും കൂടെ നിൽക്കുവാണ്. വീഡിയോ എടുത്തോളൂ. ചുറ്റൊരു കുറവുണ്ട് എല്ലായിടത്തും. അങ്ങനെ കൊച്ചുങ്ങളെ യാത്രയാക്കുവാണ്. അവിടെ ചെന്നിട്ടേ മോനെ, അവിടെ ചെന്നിട്ട് പെട്ടെന്ന് നോക്കണം കേട്ടോ. എന്നോട് പറഞ്ഞു എല്ലാം ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. അത് നമ്മുടെ അപ്പുവാ കേട്ടോ. ഷീല ചേച്ചിയുടെ മോന കേട്ടോ. ഷീല ചേച്ചിയുടെ മോന അല്ല, ഷീല ചേച്ചിയുടെ മോന. മോനെ ഇത് തുറക്കാൻ പോ. ദിവ്യ ഓക്കെ മോനെ, ഓക്കേടാ മോനെ. ശരി, ഇനി താമസിക്കണ്ട. ഗോകുല മോനെ. ഞങ്ങളങ്ങനെ മോനെ യാത്രയാക്കിയിട്ട് ഞങ്ങൾ കടലൊക്കെ തിന്ന് വരും കേട്ടോ. യാത്രയാക്കി വിട്ടപ്പോൾ പാവം തോന്നി. പിന്നെ പാവം തോന്നിയിട്ട് കാര്യമില്ല അല്ലേ, ഒരു ജോലിക്ക് വേണ്ടി പോയതല്ലേ. അപ്പം ഞങ്ങളിനി ഓട്ടോയിൽ കയറി വീട്ടിലോട്ട് പോവാണേ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തി, യാത്രയൊക്കെ ആക്കിയിട്ട് വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.